ഓം സ്വാമിയേ ശരണമയ്യപ്പ. മാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവിയേ നമ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി. രാമായണത്തിൽ വിരാധ വധം വരെയാണ് നമ്മൾ അനുസ്മരിച്ച് നിർത്തിയത്. തുടർന്നുള്ള ഭാഗങ്ങൾ നോക്കാം. വിരാധൻ്റെ ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളാണ് തുടർന്ന് വരുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ജാനകീ ജീവനസ്മരണം ജയ് ജയ് രാമ രാമ. നമ പാർവതീപദേ ഹര ഹര മഹാദേവ. അങ്ങനെ വിരാധൻ ആകാശത്ത് നിന്നുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്ര, അങ്ങേക്ക് നമസ്കാരം. ഞാൻ ഒരു വിദ്യാധരനായിരുന്നു. പറയത്തക്ക കാരണങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടാണ് ദുർവാസാവ് മഹർഷി എന്നെ ശപിച്ചാണ് ഇങ്ങനെ ആക്കിയത്. ഭാഗ്യം കൊണ്ട് ഇപ്പോൾ അവിടുത്തെ ദർശനം കിട്ടാനും ശപിക്കപ്പെട്ട രാക്ഷസയോനിയിൽ നിന്ന് രക്ഷപ്പെടാനും ഇടയായല്ലോ എന്നോർത്ത് ഞാൻ ധന്യനായി. ഇനിയെങ്കിലും എൻ്റെ മനോബുദ്ധീന്ദ്രിയങ്ങൾ അങ്ങയെ വിട്ട് മറ്റൊന്നിൽ പോവാതിരിക്കത്തക്ക നിലയിൽ നിഷ്കളങ്കമായിട്ടുള്ള ഭക്തി എനിക്കുണ്ടാവണേ ഭഗവാനെ. എൻ്റെ വാക്ക് അങ്ങയുടെ മഹിമകളെ വാഴ്ത്താനും എൻ്റെ മനസ്സ് അവിടുത്തെ മൂർത്തിയെ ധ്യാനിക്കാനും കൈകൾ അങ്ങയെ പൂജിക്കാനും ശിരസ് അങ്ങയെ നമസ്കരിക്കാനുമുള്ളതായി തീരട്ടെ എന്നുള്ള നിലയിൽ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് കുറേ സ്തുതികളൊക്കെ ചൊല്ലി സ്തുതിച്ചു. അങ്ങനെ ഇപ്രകാരം സ്തുതിച്ച് നമസ്കരിച്ച വിദ്യാധരനെ അനുഗ്രഹിച്ച ശേഷം ഭഗവാൻ പിന്നെയും സീതാലക്ഷ്മണന്മാരോട് കൂടിയിട്ട് ഭയങ്കരമായ ആ കാട്ടിൽ കൂടി നടന്ന് വൈകുന്നേരമായപ്പോഴേക്കും ഒരാശ്രമ പരിസരത്തിലെത്തി എന്ന് പറയണു. ശരഭംഗൻ എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള ഋഷിയുടെ ആശ്രമത്തിലായിരുന്നു അവർ എത്തിച്ചേർന്നത്. അപ്പോൾ തപസീ ലോകത്ത് വളരെ പേരുകേട്ട ആളാണ് ഈ ശരഭംഗ മഹർഷി. അദ്ദേഹത്തിൻ്റെ തപോവൈഭവം എന്ന് പറഞ്ഞാൽ അപാരമാണ് എന്നാണ് പറയണേ. വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഭഗവാൻ അയോധ്യയിൽ ദശരഥപുത്രനായി ശ്രീരാമചന്ദ്ര സ്വരൂപേണ അവതരിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള വർത്തമാനം സിദ്ധന്മാരുടെ മുഖത്ത് നിന്ന് കേട്ടപ്പോൾ ശരഭംഗന് 3 ശ്വാസകാലം മാത്രമേ ആയുസ് ബാക്കിയുണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയണേ. ആ 3 ശ്വാസം കൊണ്ടാണ് അദ്ദേഹം ഇത്രയും കാലം ജീവിച്ചത് എന്ന് പറയുന്നു. അപ്പം ശ്വാസഗതിയെ നിശേഷം നിരോധിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് ശരഭംഗൻ എന്നുള്ള പേര് തന്നെ പ്രസിദ്ധമായി തീർന്നത്. അപ്പോൾ ഇത്രയൊക്കെ തപോപ്രഭാവവും ആത്മനിയന്ത്രണവും സാധിച്ച മറ്റൊരു താപസൻ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് തറപ്പിച്ച് പറയാമെന്നാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയാറും. അപ്പോൾ ശ്രീരാമനും അദ്ദേഹത്തിൻ്റെ യോഗ്യതകളൊക്കെ തപസികളിൽ നിന്ന് കേട്ടറിഞ്ഞിട്ടുണ്ട്. കാണണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനാലാണ് ഈ ശരഭംഗാശ്രമത്തിലേക്ക് അവർ എത്തിച്ചേരാമെന്ന് തീരുമാനിച്ചത് തന്നെ. തങ്ങൾ എത്തിച്ചേർന്ന് ആ ശരഭംഗൻ്റെ ആശ്രമത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ ഭഗവാന് വളരെ സന്തോഷമായി. അന്തേവാസികൾ ഭഗവാന്റെ ആഗമനവൃത്താന്തത്തെ അറിയിച്ചു. അപ്പോൾ അത്യന്തം സന്തുഷ്ടനായിട്ടുള്ള ശരഭംഗൻ എഴുന്നേറ്റ് പുറത്തു വന്ന് വളരെ ഭക്തിയോട് കൂടിയിട്ട് അതേപോലെ തന്നെ ബഹുമാനത്തോടും കൂടിയിട്ട് ഭഗവാനെ സ്വീകരിച്ചു കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയണേ. അപ്പോൾ വിധിയാവണ്ണം പൂജിച്ച് സൽക്കരിച്ച് തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഹേ രാമചന്ദ്ര കരുണാമയ, വളരെ കാലമായിട്ട് ഞാൻ അങ്ങയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ കഴിഞ്ഞുകൂടുകയായിരുന്നു. ഭാഗ്യം കൊണ്ട് ഇന്നെങ്കിലും എൻ്റെ ചിരകാല വാഞ്ചിതം സഫലമായല്ലോ. ഇനി എനിക്ക് ഈ ലോകത്തിൽ ഒന്നും സാധിക്കേണ്ടതായിട്ടില്ല. ജീവിതം കൊണ്ട് സാധിക്കേണ്ടതെല്ലാം സാധിച്ചു കഴിഞ്ഞു. ഇനിയും ജീവിതത്തെ നീട്ടിക്കൊണ്ടു പോകുന്നത് അനാവശ്യമാണ്. അതിനാൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ വളരെ തപസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വകയായിട്ട് അനവധി സുഹൃതവും എന്നിലുണ്ട്. പക്ഷേ അതൊന്നും ഇന്നെനിക്ക് ആവശ്യമില്ല. അതിനാൽ അവയെല്ലാം അങ്ങയിൽ അർപ്പിച്ച് ഞാൻ പരമപദം പ്രാപിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ തന്നെ ശ്രീരാമൻ അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ആ ശരഭംഗൻ്റെ എല്ലാ സുഹൃതങ്ങളെയും ഭഗവാൻകൾ അർപ്പിച്ചതായിട്ട് സങ്കല്പിച്ച് നമസ്കരിച്ച് അനന്തരം എഴുന്നേറ്റ് ഭഗവാന്റെ അനുവാദത്തോടും അനുഗ്രഹത്തെയും വാങ്ങി വേഗത്തിൽ ഒരു ചിത കൂട്ടി
അഗ്നി കത്തിച്ച് ജ്വലിപ്പിച്ചുകൊണ്ട് വീണ്ടും ഭഗവാനെയും അഗ്നിയെയും വണങ്ങി ആ ചിതാഗ്നിയിലെ ശരീരത്തെയും വിട്ട് പരമപദത്തെ പ്രാപിച്ചു ശരഭംഗ യോഗീശ്വരൻ എന്നാണ് കഥയിൽ പറയുന്നത്. അപ്പോൾ ഈ വർത്താനം വളരെ വേഗത്തിൽ ദണ്ഡകാരണ്യത്തിലെ ഋഷിവാടങ്ങളിലൊക്കെ മുഴുവൻ പരന്നു എന്നാണ് പറയണേ. കേട്ട് ഋഷികൾ എല്ലാവരും ശരഭംഗാശ്രമത്തിലേക്ക് ഓടി വന്നു. എങ്കിലും അവരൊക്കെ എത്തിക്കഴിയുന്നതിന് മുമ്പ് തന്നെ ശരഭംഗ ശരീരം ഭസ്മമായി കഴിഞ്ഞിരുന്നു എന്ന് പറയണു. അപ്പം ശരഭംഗയോഗിയുടെ യോഗവൈഭവവും തപശക്തിയും സ്മരിച്ചുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിച്ച് നമസ്കരിച്ചു. ഭഗവാൻ ശ്രീരാമചന്ദ്രനെയും അവരെല്ലാവരും ഭക്തി ബഹുമാനങ്ങളോടെ വണങ്ങി ഓരോരുത്തരും അവരവരുടെ ആശ്രമങ്ങളിലേക്ക് ഭഗവാനെ ക്ഷണിക്കുകയും ചെയ്തു. അപ്പോൾ ദണ്ഡകാരണ്യത്തിലെ ഋഷിവാടങ്ങളെയും ആശ്രമങ്ങളെയും തപസ്സികളെയും ഭഗവാന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അനന്തരം അവരെ ഭഗവാനെ കൂട്ടിക്കൊണ്ടുപോയി കുന്നുപോലെ കൂടിക്കിടക്കുന്ന മനുഷ്യാസ്ഥികളെയും തലയോടുകളെയും ഒക്കെ കാണിച്ചു കൊടുത്തു. വേണ്ടത്ര തപശക്തി കിട്ടാതെ ദുർബലന്മാരായി തീരുന്ന താപസികളെ രാക്ഷസന്മാരെ കൊന്നു മുടിച്ചതിൻ്റെ സ്മാരകമാണ് അതെല്ലാം എന്നും അറിയിച്ചു. അപ്പോൾ ഏറ്റവും ദയനീയമായിട്ടുള്ള ആ കാഴ്ച ശ്രീരാമചന്ദ്രൻ്റെ ഹൃദയത്തെ അതീവമായ ആർദ്രമാക്കി എന്നാണ്. അപ്പോൾ ആവേശഭരിതനായ ഭഗവാൻ ദണ്ഡകാരണ്യത്തിലെ സകല രാക്ഷസന്മാരെയും കൊന്ന് നിർഭയമാക്കി തീർക്കുന്നുണ്ട് എന്ന് ആ ഋഷിസംഘത്തിൻ്റെ മുമ്പിൽ വെച്ച് അപ്പം തന്നെ പ്രതിജ്ഞയും ചെയ്തു എന്നാണ് പറയണേ. അനന്തരം താമസികളെയൊക്കെ അയച്ച ശേഷം ഭഗവാൻ അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും സുധീഷ്ണ മഹർഷിയുടെ ആശ്രമത്തിലാണ് എത്തിച്ചേർന്നത് എന്ന് പറയണു. അപ്പോൾ ജ്ഞാനം കൊണ്ടും തപസ്സുകൊണ്ടും അസാധാരണ വീര്യശാലിയും പ്രസിദ്ധനുമായ അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനാണ് ഈ സുധീഷ്ണൻ എന്ന് പറയുന്ന മഹർഷി. അപ്പോൾ അതീവ രാമഭക്തനുമാണ് സുധീഷ്ണൻ. തൻ്റെ ആരാധ്യ ദേവതയായിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സ്വയമേവ തൻ്റെ ആശ്രമത്തിലേക്ക് തന്നെ കാണാനെത്തിയ വർത്തമാനം പറഞ്ഞ സുധീഷ്ണൻ അത്യന്തം ചാരിതാർത്ഥ്യനായി എന്നാണ്. അപ്പോൾ ഭക്തി ബഹുമാന പരവശനായി വേഗത്തിൽ സൽക്കരിച്ചു, പൂജിച്ചു. ഭക്തിപരവശനായിട്ട് വീണ്ടും വീണ്ടും നമസ്കരിച്ച് സ്തുതിക്കുകയൊക്കെ ചെയ്തു. കരുണാമയനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അഗതിയായ ഇവനെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങേക്ക് ഇവിടേക്ക് എഴുന്നള്ളിയത് എന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ അങ്ങയുടെ പാദദാസനും സംസാരഭയം കൊണ്ട് അർത്ഥനുമായ എന്നെ രക്ഷിക്കാനായിട്ട് അങ്ങല്ലാതെ മറ്റാരാണുള്ളത്? ഗൃഹ കുടുംബ ധനധാന്യാദി ഭയങ്കര ജന്തുക്കളാൽ ഭയാനകമായ സംസാര സമുദ്രത്തിൽ ഇനിയെങ്കിലും വീഴാനിടയാക്കരുതേ ഭഗവാനെ. എല്ലാ ജീവികളുടെയും ഹൃദയാന്തർഭാഗത്ത് അങ്ങ് സ്വയം വിളങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. എങ്കിലും അങ്ങയുടെ മന്ത്രോപാസന ചെയ്യാത്തവരെ മായാവരണം കൊണ്ട് മറയ്ക്കുന്നുമുണ്ട്. അപ്പോൾ ഭക്തിയോടുകൂടും വണ്ണം അങ്ങയെ ഉപാസിക്കുന്ന ഭക്തന്മാരുടെ ചിത്തത്തിൽ തെളിഞ്ഞ് പ്രകാശിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അങ്ങയുടെ ഈ മായാശക്തി എന്നെ ആവരണം ചെയ്യരുതേ ഭഗവാനെ. ഏകനായിരിക്കുന്ന അങ്ങ് ബ്രഹ്മാവിഷ്ണു മഹേശ്വര സ്വരൂപേണ ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാകുന്ന ലീലകളെ കൊണ്ട് മായാശക്തിയിൽ രമിക്കുന്നു എന്നുള്ളത് എനിക്കറിയാം. അങ്ങയെ ആശ്രയിച്ച് ഉപാസിക്കുന്ന സുഹൃതികൾ ഈ തത്വത്തെ അറിഞ്ഞ് സംസാരത്തിൽ നിന്നും രക്ഷപ്പെട്ട് അങ്ങയിൽ തന്നെയാണ് ലയിക്കുന്നത്. അല്ലാത്തവർ സംസാരത്തിൽ വലയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഈ സംസാരത്തിൽ ഉഴലാൻ ഇടവരരുതേ ഭഗവാനെ. എല്ലാ കാരണങ്ങളും എപ്പോഴും അങ്ങയിൽ തന്നെ ലയിക്കുമാറാകണേ. അങ്ങയുടെ ദിവ്യസ്വരൂപം എപ്പോഴും എൻ്റെ ചിത്തത്തിൽ പ്രകാശിച്ച് കാണുമാറാകണേ എന്ന് തുടങ്ങിയിട്ടൊക്കെ സ്തുതിച്ച് നമസ്കരിച്ച് അന്നേ ദിവസം അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് അവിടെ തന്നെ താമസിച്ചു ഭഗവാൻ എന്നാണ് കഥയിൽ പറയണേ. അപ്പോൾ പിറ്റേന്ന് പ്രഭാതത്തിൽ നിത്യകൃത്യങ്ങളും കഴിഞ്ഞ് അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് യാത്ര പുറപ്പെട്ടു ഇവർ. അപ്പോൾ തൻ്റെ ഗുരുസന്നിധിയിലേക്കാണ് ഭഗവാന്റെ യാത്രയെന്നറിഞ്ഞപ്പോൾ സുധീഷ്ണ മഹർഷിയും കൂടെ പുറപ്പെട്ടു എന്നാണ് പറയണേ. അങ്ങനെ പോയി മധ്യാഹ്നം ആയപ്പോഴേക്ക് അവർ അഗസ്ത്യ മഹർഷിയുടെ അനുജൻ്റെ ആശ്രമത്തിലെത്തി എന്നാണ്. അന്നേ ദിവസം അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് അവിടെ താമസിച്ച് പിറ്റേന്ന് പ്രഭാതത്തിൽ അഗസ്ത്യാശ്രമത്തിലേക്ക് പുറപ്പെട്ടു എന്നും കഥയിൽ പറയണു. അപ്പോൾ അസംഖ്യം കുടീരങ്ങളെ കൊണ്ടും പർണശാലകളെ കൊണ്ടും ധാരാളം ബ്രഹ്മർഷികളാലും രാജർഷികളാലും മറ്റ് തപസ്സികളാലും അന്തേവാസികളായിട്ടുള്ള ബ്രഹ്മചാരികളാലും ഫലപുഷ്പ നിബിഡമായ വൃക്ഷലതാദികളും മനുഷ്യരോട് തുല്യഭാവത്തിൽ സഹകരിക്കുന്ന പക്ഷിമൃഗാദികളും ബ്രഹ്മലോകം എന്നതുപോലെ തന്നെ ശോഭിക്കുന്ന പരിപാവനമായിട്ടുള്ള അഗസ്ത്യാശ്രമത്തിൻ്റെ പരിസരത്തിൽ അവർ എത്തിച്ചേർന്നു എന്ന് പറയണു.
അപ്പം മധ്യാഹ്നം ആയപ്പോഴേക്കും ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ആദ്യം തന്നെ സുധീഷ്ണൻ ആശ്രമത്തിനകത്തേക്ക് ചെന്ന് അന്തേവാസികളുടെ മധ്യത്തിൽ ഇരിക്കുന്ന ഋഷിശ്രേഷ്ഠനായിട്ടുള്ള അഗസ്ത്യനെ വിവരം ധരിപ്പിച്ചു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതാലക്ഷ്മണ സമേതനായി ആശ്രമത്തിൽ വന്ന് തന്നെ കാണാൻ എത്തിയിട്ടുണ്ടെന്നുള്ള ആ വർത്തമാനം കേട്ട ഉടനെ തന്നെ സന്തോഷം കൊണ്ട് മതിമറന്ന അഗസ്ത്യ മഹർഷി വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നിർദ്ദേശിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ താൻ സ്വയമേവ ഭഗവാനെ എതിരേൽക്കാൻ വേണ്ടി ആശ്രമത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയും ചെയ്തു. അപ്പോൾ സുധീഷ്ണൻ വളരെ ഭക്തിയോടെ തൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശത്തെ ഭഗവാനെ അറിയിച്ചു. വേഗത്തിൽ കൂട്ടിക്കൊണ്ടുപോന്നു. ആശ്രമത്തിൻ്റെ വാതിൽക്കൽ എത്തിയപ്പോൾ സാക്ഷാൽ ബ്രഹ്മദേവൻ എന്ന പോലെ തേജോമയനും ജ്ഞാനസ്വരൂപിയുമായിട്ടുള്ള അഗസ്ത്യ മഹർഷിയെ കണ്ട് വർദ്ധിച്ചതായ ബഹുമാനങ്ങളോടെ ഭഗവാൻ സീതാലക്ഷ്മണന്മാരോടുകൂടി സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു എന്ന് പറയണു. അപ്പോൾ മഹർഷീശ്വരൻ അവരെ അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിച്ച് അന്യോന്യം കുശലപ്രശ്നമൊക്കെ ചെയ്ത് കൂട്ടിക്കൊണ്ടുപോകുന്ന ആശ്രമത്തിൻ്റെ അന്തർഭാഗത്തേക്ക് കൊണ്ടുപോയി ഉചിതമാമണ്ണം സൽക്കരിച്ചു, പൂജിച്ചു. തുടർന്ന് തത്വസമ്പുല്ലങ്ങളായിട്ടുള്ള വാക്യങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു, നമസ്കരിച്ചു എന്നൊക്കെയാണ്. അപ്പോൾ അഗസ്ത്യസ്തുതിയാണ് ഇനിയുള്ളത്. നാമമന്ത്ര രൂപാത്മകമായിട്ടുള്ള ഈ ജഗത്തുണ്ടാവുന്നതിന് മുമ്പ് ഏകവും അദ്വിതീയവും സത്താമാത്രവും ജ്യോതിരൂപവുമായിട്ടുള്ള പരചൈതന്യം മാത്രമായിരുന്നു ഹേ രാമ. അങ്ങാകുന്ന ആ പരചൈതന്യത്തിൽ നിന്ന് യാദൃശ്ചികമായിട്ട് ഇച്ഛാസ്വരൂപിണിയായ ഒരു ശക്തി സ്ഫുരിച്ച് വികസിച്ചു. പ്രസ്തുത ശക്തിയോട് കൂടി ചേർന്ന അല്ലെങ്കിൽ ആ ശക്തിയിൽ ആവരണം ചെയ്യപ്പെട്ട അങ്ങയെ തന്നെയാണ് അവ്യാകൃതമെന്നും മായയെന്നും വേദാന്തികൾ പറയുന്നത്. അങ്ങയുടെ പ്രചോദനം ഹേതുവായിട്ട് അവ്യാകൃതത്തിൽ നിന്ന് മഹത്വവും മഹത്തത്വത്തിൽ നിന്ന് അഹം തത്വവും ഉണ്ടായി എന്ന് പറയണു. അപ്പോൾ ഈ രണ്ട് തത്വങ്ങളിൽ കൂടി അങ്ങാകുന്ന അവ്യാകൃതം അല്ലെങ്കിൽ പ്രകൃതി 3 രൂപത്തിൽ വികസിച്ചു എന്നാണ്. അപ്പോൾ പ്രസ്തുത 3 രൂപങ്ങൾ തന്നെ പ്രസിദ്ധങ്ങളായിട്ടുള്ള സത്വരജസ് തമോ ഗുണങ്ങളാണ്. അപ്പോൾ ഗുണങ്ങളുടെ ചേർച്ച കൊണ്ട് അഹം തത്വത്തിന് 3 രൂപങ്ങളുണ്ടായി എന്ന് പറയുന്നു. സത്വഗുണാഹങ്കാരം, രജോ ഗുണാഹങ്കാരം, അതേപോലെ തമോ ഗുണാഹങ്കാരം. ഇങ്ങനെ അവയിൽ സത്വഗുണാഹങ്കാരത്തിൻ്റെ പരിണാമത്തിൽ കൂടിയിട്ട് അന്ധക്കരണവും അതിദേവതമാരും ഉണ്ടായി. രജോ ഗുണാഹങ്കാരത്തിൻ്റെ പരിണാമത്തിൽ കൂടി ഇന്ദ്രിയങ്ങളും പ്രാണനും വികസിച്ചു. തമോമയാഹങ്കാരത്തിൽ കൂടെ 5 ഭൂത തന്മാത്രകൾ വികസിച്ചു. അവയിൽ നിന്ന് പ്രസിദ്ധങ്ങളായ പഞ്ചഭൂതങ്ങളും. അപ്പോൾ ഈ പറയപ്പെട്ട തത്വങ്ങളെല്ലാം കൂടി ചേർന്ന പിണ്ഡാകാരമായിട്ടുള്ള തത്വസമുച്ചയത്തെ സൂത്രാത്മാവെന്നും ഹിരണ്യഗർഭനെന്നും പറയുന്നു എന്നാണ്. അങ്ങയുടെ സൂക്ഷ്മോപാധിയായിട്ടുള്ള ഹിരണ്യഗർഭ സ്വരൂപം അങ്ങയുടെ പ്രചോദനത്താൽ കാലം കൊണ്ട് പൊട്ടി വികസിച്ചു. അത് അവിടുത്തെ സ്ഥൂലോപാധിയായിട്ടുള്ള വിരാട് രൂപം 14 ലോകങ്ങളാകുന്ന അവയവങ്ങളോടും ഉപ അവയവങ്ങളോടും കൂടിയ അവിടുത്തെ വിരാട് രൂപം കൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടിയെല്ലാം നടത്തുന്നത്. അങ്ങ് തന്നെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് രജോ ഗുണത്തിൽ കൂടി ബ്രഹ്മദേവനായും സ്ഥിതിക്ക് വേണ്ടി സത്വ ഗുണത്തിൽ കൂടി വിഷ്ണുവായിട്ടും സംഹാരത്തിന് വേണ്ടി തമസിൽ കൂടി രുദ്രനായിട്ടും വികസിക്കുന്നു. സങ്കല്പമാത്രം കൊണ്ട് എത്രയോ കോടാനുകോടി ജീവരാശികളെയും അവരുടെ ഭുക്തിക്കുള്ള വിഷയസഹസ്രങ്ങളെയും സൃഷ്ടിച്ചും സംഹരിച്ചും ഗുണാമയനായിട്ട് വിഹരിച്ചുകൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് തന്നെ ഗുണാത്മകമായിട്ടുള്ള സംസാരത്തിൻ്റെ വികാസത്തിന് ആസ്പദമായ ബുദ്ധിവൃത്തികളാകുന്ന ജാഗ്രതവ്യവസ്ഥയത്തിനു കേവലം സാക്ഷിമാത്രനായിട്ടും പരമ നിർഗുണനായും വിളങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇപ്രകാരമുള്ള അവിടുത്തെ അപ്രമേയമായ വൈഭവത്തെ അറിയാതെ സംസാരത്തിൽ ജനിച്ചും മരിച്ചും വിഷമിച്ചും കൊണ്ടിരിക്കുന്ന ജീവന്മാരെ ഉത്ബുദ്ധരാക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് തന്നെ അപ്പോഴപ്പോൾ പല യോനികളിലും അവതരിച്ച് അവിടുത്തെ ദിവ്യമഹിമയെ ജീവരാശികൾക്ക് വെളിവാക്കി കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു അവതാര സ്വരൂപത്തെയാണ് അങ്ങിപ്പോൾ ധരിച്ചിരിക്കുന്നത്. പണ്ട് ബ്രഹ്മദേവനോട് ശ്രീ വൈകുണ്ഠത്തിൽ വെച്ച് അരുളി ചെയ്തപ്പോൾ തന്നെ അങ്ങ് അയോധ്യയിലെ ദശരഥപുത്രനായിട്ട് അവതരിക്കാൻ പോകുന്നുണ്ടെന്ന് അറിവായിട്ടുണ്ട്. അപ്പം മുതൽ ഇതുവരെയും അങ്ങയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ
തപോനിഷ്ഠനായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഭാഗ്യം കൊണ്ട് ഇന്നെൻ്റെ ആഗ്രഹവും സഫലമായി. ഹേ രാമചന്ദ്ര പരമപുരുഷ, അങ്ങയുടെ ദർശനം കൊണ്ട് തന്നെ ഞാൻ ധന്യനായി, എൻ്റെ ജീവിതം സഫലവുമായി. അതിനാൽ ഹേ രഘുവീര, ഇനി അങ്ങ് എന്നും സീതാലക്ഷ്മണ സമേതനായിട്ട് എൻ്റെ ചിത്തത്തിൽ വിളങ്ങിക്കൊണ്ടിരിക്കണേ. അവതാരോദ്ദേശമായ രാക്ഷസ നിഗ്രഹം ചെയ്ത് ഈ ജഗത്തിൻ്റെ ആപത്തുകളെല്ലാം അകറ്റുമാറാകണേ എന്നൊക്കെ അഗസ്ത്യൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ രാമായണത്തിൽ അഗസ്ത്യ സ്തുതി എന്ന് പറയുന്ന ആ സ്തുതിയുടെ അന്തസത്തെയാണ് നമ്മൾ ഇത്രയും നേരം ഇവിടെ വർണ്ണിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സ്തുതിച്ച് നമസ്കരിച്ച് രാക്ഷസ നിഗ്രഹത്തിന് വേണ്ടിയിട്ട് മഹേശ്വരദത്തമായിട്ടുള്ള വില്ലിനെയും ശരങ്ങൾ അവസാനിക്കാത്ത 2 ആവനാഴികളെയും ഒരു ഖഡ്ഗത്തെയും ഭഗവാന് സമർപ്പിച്ചു അഗസ്ത്യ മഹർഷി എന്നാണ്. അനന്തരം അവിടെ നിന്ന് 2 യോജന ദൂരത്തുള്ള പഞ്ചവടി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നതായിരിക്കും നല്ലതെന്ന് നിർദ്ദേശിച്ചു കൊടുക്കുകയും അവിടേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ഋഷിയുടെ ഭക്തി പുരസ്സരമുള്ള ഉപചാരങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അന്ന് മുഴുവൻ ഭഗവാൻ അഗസ്ത്യാശ്രമത്തിൽ കഴിച്ചുകൂട്ടി എന്നാണ്. പിറ്റേന്ന് പ്രഭാതത്തിൽ നിത്യകൃത്യങ്ങളൊക്കെ കഴിച്ച് അഗസ്ത്യ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം പഞ്ചവടിയിലേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്തു എന്നാണ്. അപ്പോൾ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ, വാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ, ശ്രീ മഹാദേവിയേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമഃ പാർവതീപദേ ഹര ഹര മഹാദേവ.